ഓസ്ട്രേലിയയിലെ ഗാബ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ അന്നൊരു ദിവസം ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ വിധി നിർണയിക്കുന്ന മത്സരം. അവസാന മണിക്കൂറുകളിലേക്ക് മത്സരം നീങ്ങുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ ചുമലിലേറ്റി ഒരാൾ പോരാടുന്നുണ്ട്. 3 ഓവറും 3 വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ വിജയത്തിലേക്കെത്തി. കമന്ററി ബോക്സിൽ നിന്ന് പറഞ്ഞു, അന്നു മുതൽ ആ ഇടം കൈയ്യൻ ബാറ്ററെ ഏറെ ഇഷ്ടമാണ്. അയാൾ ക്രീസിലുള്ളത് ആത്മവിശ്വാസമാണ്. വ്യത്യസ്തമായ ആ ഷോട്ടുകൾ കാണാൻ എന്നും കാത്തിരിക്കും. അയാൾക്ക് അപകടമുണ്ടായപ്പോൾ ഏറെ വിഷമിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് അതിലേറെ സന്തോഷിക്കുന്നു. ആ പഴയ ഋഷഭ് പന്തിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഋഷഭ് പന്തിനെ വേണോ അതോ മലയാളി താരം സഞ്ജു സാംസനെ വേണോ? ഓരോ ക്രിക്കറ്റ് ആരാധകനും ഒരേപോലെ പറയും, ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണം. രണ്ടുപേരുടെ കഴിവിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതിനുവേണ്ടി BCCI യാതൊരു ശ്രമങ്ങളും നടത്തേണ്ടതില്ല. IPLൽ രാജസ്ഥാനും ഡൽഹിയും നേർക്കുനേർ വരുന്നതിനായി ഞങ്ങൾ കാത്തിരുന്നു. ഫ്രേസർ മക്ഗുർഗിനെയും അഭിഷേക് പോറലിനെയും ട്രിസ്റ്റൻ സ്റ്റബ്സിനെയും ഞങ്ങൾ ഒരുപോലെ ആസ്വദിച്ചു. സീസണിൽ ആദ്യമായി രവിചന്ദ്രൻ അശ്വിന്റെ മാന്ത്രിക സ്പിൻ ഞങ്ങൾ കണ്ടിരുന്നു. സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ഏറെ സന്തോഷമേകി. പക്ഷേ ക്രിക്കറ്റ് പ്രേമികളുടെ മുഖത്തടിക്കുന്നതായിരുന്നു ആ തീരുമാനം. മുകേഷ് കുമാറിന്റെ പന്തിൽ സഞ്ജു സാംസന്റെ ഷോട്ട് ബൗണ്ടറി ലൈനിൽ ഷായ് ഹോപ്പ് പിടികൂടി. ബൗണ്ടറി ലൈനിൽ ടച്ച് ഉണ്ടായോ എന്ന സംശയം ജനിപ്പിക്കുന്ന ക്യാച്ച്. ഒറ്റ നോട്ടത്തിൽ അത് ബൗണ്ടറിയിൽ ടച്ച് ചെയ്തതായി കാണാം. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ സഞ്ജു ഔട്ടെന്ന് തീർപ്പാക്കി ചിലർ. എന്നാൽ അത് പറയേണ്ടത് സമൂഹ മാധ്യമങ്ങളിലെ ആരാധകരല്ല, ഇത്രമേൽ മികച്ച സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് അത്ര തിടുക്കപ്പെട്ട് ഒരു തീരുമാനമെടുത്തത്? അനാവശ്യമായി അധികൃതർ വിവാദം വിളിച്ചു വരുത്തിയതല്ലേ? ആ ഒരൊറ്റ വിക്കറ്റ് മത്സരത്തിന്റെ വിധി നിർണയിച്ചു. അത് ഔട്ടോ നോട്ട് ഔട്ടോ ആകട്ടെ, ഇനിയും ക്രിക്കറ്റ് ലോകത്തെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. കാരണം കഴിഞ്ഞ 17 വർഷങ്ങളായി ഞങ്ങൾ കൂടെയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഉത്സവമാണ് IPL. അതിന് കാരണക്കാർ ഞങ്ങളാണ്, ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആരാധകർ.